അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ആവി പറക്കുന്ന പുട്ടും അയർലൻഡിൽ കിട്ടുന്ന താറാവ് പറ്റുന്നത് പോലെ നാടൻ രീതി കറി വെച്ചെടുത്തേക്കുന്നതാണേ. നല്ല അടിപൊളി സ്മെല്ല് വരുന്നു. കൊതിയാവുന്നു കേട്ടോ. ഞാൻ കഴിക്കാൻ പോവാം. ഇന്ന് നമ്മൾ സൂപ്പർ വാല്യൂവിൻ്റെ ഒരു ഹോൾ ഡക്ക് വാങ്ങിച്ചിട്ട് വന്നതാണേ. ഇത് ഇവിടെ ഒരു ഏകദേശം ഒരു 13 യൂറോ ആയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ഒരു 1000 രൂപ ഇന്ത്യൻ മണി കേട്ടോ. നമ്മളിതിനെ കട്ട് ചെയ്ത് നമ്മൾ തേങ്ങാപ്പാലിട്ട് നല്ല സ്പെഷ്യൽ കറി വെക്കാൻ പോകാം. ഓക്കെ, ഇതിനകത്ത് ഇതൊരു 2-2.5 കിലോ വരുന്ന ഒരു താറാവാണേ. നമ്മുടെ നാടൻ താറാവൊന്നുമല്ല, ഇത് നല്ല വലിയ താറാവ്, ഫാറ്റൊക്കെ കൂടിയ സൈഡ് താറാവ്. ഒരു വെള്ള കളറിലൊരു താറാവ് ഇവിടെ കിട്ടുന്നു കണ്ടത്. അപ്പോൾ ഇതിനെ നമ്മളിത് കട്ട് ചെയ്ത് കറി വെക്കാൻ പോകും. അതാണ് നമ്മുടെ സ്പെഷ്യൽ. ഇതിൻ്റെ മേളിൽ കുറച്ച് പൂട നിൽപ്പുണ്ട് കേട്ടോ. താറാവിൻ്റെ ഇതിന് മേളിൽ ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു ഇതുണ്ട്, അത് വെച്ചൊന്ന് ക്ലീൻ ചെയ്യാൻ വെച്ചിട്ടാണ്. ബേൺ ചെയ്ത് വിടുവാണേലേ ചെറിയ പൂടയാണ്. അത് പറിച്ച് കളയാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും. നമ്മുടെ നാടൻ താറാവ് പോലെ അത്രയും കട്ടിയുള്ള താറാവൊന്നുമില്ല ഇത്. ഇതിനെ ഇപ്പം നമ്മളിതേ മൊത്തം ഒരു 4 പീസായിട്ട് നേരെ നടുകെ ഉള്ളത് 4 കഷ്ണം ആക്കി. ഇതിനെ കുറച്ചുകൂടെ ചെറുതാക്കണം. നമ്മളിത് കറി വെക്കാൻ വേണ്ടി പോലെ കുറച്ചുകൂടെ ചെറുതാക്കണം. ഇത് ഈ കഷ്ണം കണ്ടോ, നല്ല പീസായിട്ട്. ഇതിനകത്ത് കുറേ നെയ്യൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു കേട്ടോ. കാര്യം ഇതിൻ്റെ സ്കിന്നിന് നല്ല ഫാറ്റാണ്. അത്രയും ഫാറ്റ് നമുക്ക് ആവശ്യമില്ല. അതായത് നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇങ്ങനെ വെള്ളം പോലെ കിടക്കും. നല്ല ഫാറ്റ്, നല്ല പീസായിട്ട് എല്ലാ പീസയിലും നെയ്റ്റ് വരത്തക്ക രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് കുക്കിങ്ങിൽ കാണാം. ഇത് പൊട്ടി വരുമ്പം ഞാൻ കുറച്ച് ഹോൾ സ്പൈസസ്, പെരിഞ്ജീരകം, തക്കോലം, ഗ്രാമ്പു, കറുവാപ്പട്ട കേട്ടോ, അത്രയും സാധനങ്ങളും കൂടെ അതിനകത്തോട്ടിട്ട് ഒരു 2-3 ഏലക്കയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോൾ നമ്മുടെ കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് ചതച്ച് വെച്ചിരിക്കുന്നതും കൂടി ഇട്ട് വഴച്ചുവാണേ. ഞാൻ ഒരു 2 സവോള അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടി ഇട്ട് വഴച്ചുവാണേ. ഞാൻ എടുത്ത് വെക്കുവാണേ. മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇച്ചിരി കൂടുതൽ പെരിഞ്ജീരകം ഇടും കേട്ടോ ഇതിൽ. പിന്നെ കുരുമുളക്, പച്ചമുളകും കുരുമുളകും ഇടുന്നത്, നമ്മൾ മുളക് പൊടി ഇടത്തില്ലേ. പിന്നെ നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ചേക്കുന്ന ഗരം മസാലയും കൂടെ. ഗരം മസാല ഇതിന് നല്ലപോലെ ഞാൻ ചേർക്കും. നമ്മുടെ ഇവിടുത്തെ ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ താറാവിനൊരു ടേസ്റ്റ് ഒരു വ്യത്യാസമുണ്ട്. നാട്ടിലെ പോലെയല്ല. ഒരു ഇച്ചിരി മസാല മുന്നിട്ട് നിന്നില്ലെങ്കിൽ അത്ര പോരാ, നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ടാണ് ഗുന്തി എന്ന് പറയുന്നൊരു സാധനത്തിൻ്റെ ഇലയാണ്, ഉണങ്ങിയതാണേ. അതും കൂടെ ഈ പൊടിയെല്ലാം കൂടെ ഞാൻ ചേർത്തൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുവാണേ. ചെറിയ തീയിൽ കിടന്നൊന്ന് മൂത്ത് വരുന്നുണ്ട്. അതിലോട്ട് നമുക്ക് താറാവും കൂടി ഇടാം. നമ്മുടെ കഴുകി വെച്ചേക്കുന്നതാണ്. വിനാഗിരി ഉപ്പും ഒക്കെ ചേർത്ത് പുരട്ടി വെച്ച് കഴുകി വൃത്തിയാക്കിയ താറാവ് കഷ്ണം അതിലോട്ടിട്ട് പൊടി എല്ലാത്തേലും കൂടെ ഒന്ന് മിക്സ് ആവഴി വരട്ടെ. ഇതെല്ലാം ഏകദേശം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ തേങ്ങാപ്പാൽ നാട്ടിലൊഴിക്കുന്ന പോലെ 2ാം പാൽ. അപ്പം നമ്മൾ ഇന്നിവിടെ ഈ ക്യാൻ തേങ്ങാപ്പാലാണ് എടുത്തേക്കുന്നത്. അതിനകത്തോട്ട് ഞാൻ കുറച്ച് വെള്ളമോട് ഒഴിച്ച് നീട്ടിയിട്ട്, കുറച്ച് വെള്ളമോട് ഒഴിച്ച് നീട്ടി ഏകദേശം ഒരു നീണ്ട രീതിയിലാക്കി 2ാം പാൽ പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് അതിനകത്തോട്ട് ഒഴിക്കുവാണേ. ഇത് ചെയ്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കാം. 2ാം പാൽ മിക്സ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളോട് ചേർക്കാനുണ്ട്. പൊട്ടറ്റോയും ക്യാരറ്റൂടെ ചേർക്കാം. പിള്ളേർക്ക് അത് കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടാണേ. പിന്നെ കുറച്ച് തക്കാളി. ഇത് നമ്മുടെ നാട്ടിലെ ശരിക്കുള്ള നാടൻ രീതിയല്ല. ഇവിടെ നമ്മൾ പെട്ടെന്ന് നമ്മുടെ സാധനങ്ങൾ വെച്ചൊന്ന് തട്ടിക്കൂട്ടി എടുക്കുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ പൊട്ടറ്റോയും ക്യാരറ്റും തക്കാളിയും എല്ലാം കൂടെ അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ചേർത്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. ഇത് നമ്മുടെ ഒരു ജസ്റ്റ് ഒരു എളുപ്പത്തിലുള്ളൊരു താറാവറി കേട്ടോ. നാട്ടിൽ വെക്കുന്ന മമ്മി ഒന്നും വെക്കുന്ന രീതിയിലല്ല. ഇത് പെട്ടെന്നൊരു നമ്മുടെ റിസോഴ്സസ് വെച്ച് നമ്മൾ ചെയ്യുവാണ്. ഏകദേശം ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ടേ. കറി ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുത്തായിരുന്നു. ഇപ്പോൾ കറിയൊക്കെ ഏകദേശം നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തലപ്പാൽ ഒഴിച്ച് കുറച്ച് കറിവേപ്പില കൂടെ തൂവിട്ട് അടച്ച് വയ്ക്കാവേ. എന്നിട്ട് കുറച്ച് നാറി കഴിയുമ്പോൾ എടുക്കാം. ഇത് നമ്മുടെ തലപ്പാലാണ് കേട്ടോ, ഒട്ടും വെള്ളം ചേർക്കാത്ത പാലേ. കുറച്ച് കറിവേപ്പില
ഇനി തിളപ്പിക്കണ്ട, നമ്മൾ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. പിറക്കുന്ന പുട്ടും താറാവ് കറി ഇവിടെ റെഡിയാണ്. അതാ നല്ല ചാറൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് നെയ്യായിട്ട്, ആവശ്യത്തിന് നെയ്യ്, ബാക്കി നമ്മൾ നെയ്യെല്ലാം കളഞ്ഞായിരുന്നു. അങ്ങനെ നമ്മുടെ അയർലൻഡിലെ താറാവ് വെച്ചിട്ട് നാടൻ സ്റ്റൈലിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ ഇവിടുത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് ഒരു അടിപൊളി താറാവ് കറി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതാണിന്ന് നമ്മുടെ സ്പെഷ്യൽ. ഇതാണ് ഞങ്ങളുടെ താറാവ് കറിയും പുട്ടും ഫുഡ് കോമ്പിനേഷനാണ് ഇന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഏടിൻ്റെ ഫേവറേറ്റ് അല്ലടാ താറാവും പുട്ടും അല്ലേ? നമുക്ക് കഴിച്ചു നോക്കാവേ. എയ്മിയുടെ ഫേവറേറ്റാ. ഓക്കെ, നമുക്ക് കഴിച്ചു നോക്കാം. എങ്ങനെയുണ്ട്? ക്യാമറ നോക്കി പറയാമോ? വാ സൂപ്പർ. ഞാൻ കഴിച്ചു നോക്കട്ടെ. കുറച്ച് താറാവ് കറിയും കൈ മാറ്റിക്കുമേ. കുറച്ച് താറാവ് കറിയും കുറച്ച് പുട്ടും പിന്നെ ഇങ്ങനെ എടുത്തത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ താറാവുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള താറാവ് കറി ഇങ്ങനെ എടുത്തിട്ട് വേണ്ടതേ ദൂച്ചിരുതേ വെള്ളം വരുന്നുണ്ടോ? എനിക്ക് കുറച്ച് നേരമായിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കുമായിരുന്നു വായിക്കൂടെ. അടിപൊളിയാണ്, സൂപ്പർ ഗുഡ് കോമ്പിനേഷനാണ് താറാവും പുട്ടുകറി. സോറി, എനിക്ക് തോന്നിയിരിക്കുന്നത് താറാവ് കറിയും പുട്ടും. നമ്മുടെ നാട്ടിൽ അപ്പവും താറാവ് കറിയാണ് സാറിന് കഴിക്കുന്നത്, പക്ഷേ എങ്കിൽ ഇതൊരു നല്ല കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയത്. അടിപൊളി, സൂപ്പർ.